തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധ സൗരഭിനെ കൊണ്ട് അന്ന് ബോന്തിത്തേനെ കാണിച്ച് ഡോക്ടറിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധിൻ്റെ അച്ഛൻ ബിനോയ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന് സൗരഭിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് അനിരുദ്ധ്. അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട് ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഡോക്ടർ അവിടേക്ക് വരികയാണ്. അപ്പോൾ അനിരുദ്ധ് അച്ഛൻ്റെ വേഷത്തിൽ തിരിഞ്ഞിരിക്കുന്നുണ്ട് കസാരയിൽ. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് മനസ്സിലായിട്ടുള്ളത് ആരാന്ന് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അനിരുദ്ധിൻ്റെ അച്ഛനാണ്, അത് ബിനോയ് ആണെന്നാണ് ഡോക്ടർ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അനിരുദ്ധ് ഡോക്ടറോട് ഇങ്ങനെ താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. അച്ഛൻ പറയുന്ന രീതിയിൽ എന്നെ സഹായിച്ചതിന് നന്ദി, അവളെ ചികിത്സിക്കാത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കണം, അവളുടെ ഇപ്പോൾ ഈ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും അത് മാറുകയെന്ന് ഇങ്ങനെ ഡോക്ടറോട് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയാണ് ഇതൊരിക്കലും മാറാൻ പോണില്ല, മാറും, പക്ഷേ ഇത് അവളുടെ മനസ്സിനാണ് ഏറ്റിയേക്കണം, അല്ലാതെ അവളുടെ ശരീരത്തിൻ്റെ പ്രശ്നമല്ല, മനസ്സിൻ്റെ പ്രശ്നമാണ്. അവൾക്ക് എന്തോ പേടിയുണ്ട് മനസ്സിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവൾ രാത്രി ഇങ്ങനെ ബെഡൊക്കെ ആകെ നനച്ച് വെക്കുന്നത് എന്നുള്ള സത്യമൊക്കെ ഡോക്ടർ അനിരുദ്ധിനോട് പറഞ്ഞു കൊടുക്കണം. അപ്പം അനിരുദ്ധ് ആകെ ഞെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പോയതിനു ശേഷം അനിരുദ്ധ് ബോന്തിത്ത് അങ്ങനെ ആ റൂമിൽ നിന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അച്ഛനെ രക്ഷിക്കുക, എൻ്റെ അച്ഛനെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് അവൾ ഇപ്പോൾ ആ ബൊട്ടൊക്കെ പൊട്ടിപ്പോയത് ഓർമ്മയില്ലേ, റൂം പൊട്ടിപ്പോയപ്പോൾ അവൾ നല്ല ഒച്ച വെച്ചിട്ട് പേടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ബട്ടൂക്കിനോട് പറയുന്നുണ്ട് നീ എന്താ ചെയ്തു പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ തമാശയൊക്കെ ചെയ്താന്ന് ബട്ടൂക്ക് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് വാതിൽ തുറന്നിട്ട് ബോന്തിത്തേനെ നോക്കുമ്പോണ്ടാവും അവൾ ഒരു അൽമാരയുടെ മുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവൾ പറയുന്നുണ്ടാവും എൻ്റെ അച്ഛനെ രക്ഷിക്കുക, എൻ്റെ അച്ഛനെ രക്ഷിക്കുമെന്ന് മാത്രമേ അവൾ പറയുന്നുണ്ടാവുള്ളൂ. എന്നിട്ട് അപ്പോൾ ആകെ നിലം ആകെ നനച്ച് വെച്ചിട്ടുണ്ടാവും, ആകെ മൂത്രം വെച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് അവന് മനസ്സിലാവാൻ അവൾക്ക് എന്തോ പേടി അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവുകയാണ്. ത്രിലോചന അനിരുദ്ധിൻ്റെ ചീത്ത പറയുന്നുണ്ട്, കണ്ടില്ല ഞാൻ ഇതുകൊണ്ടാണ് അവളുടെ അമ്മനെ വിളിച്ചത്, മറ്റേത് ഇപ്പോൾ രാത്രി പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ പകലും അവൾ അങ്ങനെ ചെയ്തു തുടങ്ങിയില്ല, ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ അവളുടെ അമ്മനെ വിളിച്ചിട്ട് ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് നീ തടഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് അനിരുദ്ധിനെ നന്നായിട്ട് ചെയ്തു പറയുന്നുണ്ട്. പക്ഷെ അനിരുദ്ധ് ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ആ ഡോക്ടർ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ടിരിക്കുകയാണ്. അവളുടെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പെട്ടെന്ന് എന്തോ ചിന്തിച്ചിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് സ്റ്റഡി റൂമിൽ പോയിട്ട് ഒരു മോതിരം അവൻ കയ്യിലെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും അന്ന് ബോന്തയുടെ അമ്മ വന്നപ്പോൾ കൊടുത്തതാണ് അവന്. എന്നിട്ട് ബോന്തിതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട് അന്ന് ഇത് അവളുടെ അച്ഛൻ്റെ അവസാനത്തെ ഇതാണ്, ഓർമ്മയാണ്. അപ്പോൾ ഇത് അവൾക്ക് കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കണം. അവളുടെ അച്ഛനെ അവളുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് മരിച്ചത്, അപ്പോൾ പാമ്പ് കടിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ അവൾക്ക് അന്ന് തന്നെ ഭയങ്കര പേടി കയറിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ട് അവൾ അന്ന് എന്നൊക്കെ അമ്മ പറഞ്ഞത് അവൻ ഓർക്കാണ്. ആ സമയത്ത് അവൾക്ക് ബട്ടൂക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധിനോട് പറയാണ് ഏട്ടാ ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല, എന്നോട് ക്ഷമിക്കണം, ഞാനൊരു തമാശ രീതിയിലാണ് അവളെ അവിടെ പൂട്ടിയിട്ടെന്ന് അനിരുദ്ധിനോട് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ അതൊക്കെ ക്ഷമിച്ചിട്ട് പിന്നെ ബട്ടൂക്കിനായിട്ട് ബോന്തയുടെ അടുത്തേക്ക് പോകാനാണ് കാണിക്കുന്നത്. എന്നിട്ട് ബോന്തയുടെ അടുത്ത് ചെന്നിട്ട് അവളെ ഓക്കെ ആക്കാൻ നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് ഇരിക്കാവും, അവളൊന്നും ചിരിക്കുന്ന പോലും ഉണ്ടാവില്ല, അവളങ്ങനെ ബെഡിലൊന്നും മിണ്ടാതെ അങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അവൻ കുറേ അവളെ ഓക്കെ ആക്കാൻ നോക്കുന്നുണ്ട്. ബട്ടൂക്കിനെ കൊണ്ട് അവൻ സോറിയൊക്കെ പറയിപ്പിക്കുന്നുണ്ട് ചെവിയൊക്കെ പിടിച്ചിട്ട്. പിന്നെ അവളോട് പറയാണ് ബോന്തിത്ത നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു മാജിക് ഷോ ഇവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ അവൻ അവളെ ഓക്കെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അവൾ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ സൗരഭിനെ കാണിക്കുകയാണ്. സൗരഭിൻ്റെ സമ്പൂർണ്ണനായിട്ട് അടുത്തടുത്ത് ഇങ്ങനെ വരികയാണ്. അവരിങ്ങനെ ഒരു റൊമാൻറ്റിക് സീന് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ആ ദുഷ്ടത്തിക്ക് മനസ്സിലാവാണ് ഇവർ തമ്മിൽ ഇനി ഒന്നാവാൻ പാടില്ല, ഇവർ തമ്മിൽ അടുക്കാൻ പാടില്ല, ഒരു കുടുംബജീവിതം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആളത് തടയുന്നുണ്ട്. ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്ത്രീ അത് നടക്കാൻ സമ്മതിക്കുന്നില്ല. അവർ തമ്മിൽ ഒരു റൊമാൻറ്റിക് സീൻ അവിടെ ഉണ്ടാവുന്നില്ല. പിന്നെ അനിരുദ്ധ് ത്രിലോചനോടും അവൻ്റെ അച്ഛനോടൊക്കെ ഇങ്ങനെ വർത്താനം പറയാനാണ് കാണിക്കുന്നത്. അവൻ പറയുന്നുണ്ട് ബോന്തിത്തയുടെ ഇത് മാറണ വരെ, എനിക്ക് സമയം തന്നത് വരെ ഞാൻ വെറുതെ ഇരിക്കാൻ പോണില്ല, അവളുടെ ഇത് മാറ്റാൻ തന്നെ ഞാൻ നോക്കും, ഇത് അവളുടെ മാറും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെ ഇട്ട് വിളിച്ചിട്ട് അവൻ അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അവരെല്ലാവരും മാജിക് ഷോ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാനാണ് കാണിക്കുന്നത്. ത്രിലോചനും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബിനോയ് പോയിട്ട് സൗദാമിനിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനി ഇങ്ങോട്ട് വരാമെന്ന് വേണ്ടി പറയുമ്പോൾ സൗദാമിനിയോട് ബിനോയ് പറയണം ഇപ്പോൾ എന്തായാലും ഈ സമയത്ത് നീ വരണ്ട, നാളെ നീ തന്നെയും ഈ വീട്ടിലത്തെ പൂജ ചെയ്യേണ്ടി വരിക, നീയാവും ഇവിടുത്തെ മരുമോളായിട്ട് ഈ വീട്ടിലത്തെ പൂജ ചെയ്യേണ്ടി വരിക, അവൾ എന്തായാലും വീട്ടിലേക്ക് പോകുന്നൊക്കെ സൗദാമിനിയോട് പറയുമ്പോൾ അവളും സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാജിക് ഷോ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങനെ മജീഷ്യനായിട്ട് വരുന്നത് നമ്മുടെ അനിരുദ്ധ തന്നെയാണ്. അപ്പോൾ അനിരുദ്ധ ആകെ വേഷം കിട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും മനസ്സിലായിട്ടില്ല അനിരുദ്ധ ആണ് ഈ മജീഷ്യൻ എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ബോന്തിതൊക്കെ ചിരിച്ചിട്ട് നോക്കി നിൽക്കുന്നുണ്ട് അവനെ.
അപ്പം അങ്ങനെ അനിരുദ്ധ ഒരുപാട് മാജിക്കൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരുപാട് ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ത്രിലോചൻ ബിഹാരിയോട് പറയാണ്, ബിഹാരി സ്റ്റഡി റൂമിൽ അനിരുദ്ധ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് എന്തെങ്കിലും അവന് ആവശ്യമുണ്ടോയെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് പോയി ചോദിക്കുമെന്ന് പറയുമ്പോൾ ബിഹാരി അത് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധ ബിഹാരിനെ വിളിക്കുകയാണ്. എന്നിട്ട് ബിഹാരിനെ എന്താണ് മാജിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഇരിക്കാൻ വേണ്ടി പറയാണ്, ഇത് നിനക്കുള്ള ശിക്ഷയാണ്, ഇവിടുന്ന് എണിച്ച് പോയതിന് പറഞ്ഞിട്ട് ബിഹാരിയോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ബിഹാരി അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം അവന് മാജിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ വന്നിട്ട് പറയാണ്, ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ ഇരുന്ന് കണ്ടോ, ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് കാണാനുള്ളതാണ്, ഞങ്ങൾക്ക് കാണാനുള്ളതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ത്രിലോചനും ബിനോയൊക്കെ അവിടുന്ന് എണീച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെയും അനിരുദ്ധ ഒരുപാട് മാജിക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബട്ടൂക്കും ബോന്തിതൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് അത് ആസ്വദിക്കുന്നൊക്കെ ഉണ്ട്. ശേഷം അനിരുദ്ധ അവരോട് പറയാണ്, അത് എനിക്ക് ഒരാളാവശ്യമാണ്, ഏറ്റവും നല്ല പേടിയില്ലാത്തതും നല്ല ധൈര്യമൊക്കെ ഉള്ള ഒരാളെ എനിക്ക് മാജിക് ചെയ്യാൻ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ബോധിത ഓടിപ്പോയിട്ട് അവനോട് പറയുന്നുണ്ട്, എൻ്റെ പത്തിബാബു പറയുന്നുണ്ട് എനിക്ക് നല്ല ധൈര്യം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ തന്നെ ഇതിന് നിൽക്കാമെന്ന് ബോധിത പറയാണ്. അപ്പോൾ അങ്ങനെ അനിരുദ്ധ അവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ശരിക്കും ധൈര്യമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും നന്നായിട്ട് നല്ല ധൈര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനിരുദ്ധ അവളുടെ ഒരു പെട്ടിക്കൂടുണ്ട്, ഒരു വലിയൊരു ബോക്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ അവളെ ആക്കുകയാണ്. ഒരു ചെറിയൊരു ഹോള് മാത്രമേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അതിൽ അവളെ കയറ്റിയിട്ട് അടയ്ക്കുകയാണ്. അപ്പോൾ ചെറിയൊരു വെളിച്ചം മാത്രമേ അതിൻ്റെ ഉള്ളിലേക്കുള്ളൂ, ആകെ ഇരുട്ടാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് ആകെ ഉള്ളിൽ നിന്ന് നല്ല പേടി കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സൗരഭ് ഒരു പെട്ടിയിൽ നിന്ന് ഒരു പാമ്പിനെ എടുത്തിട്ട് പുറത്തേക്ക് വിടുന്നുണ്ട്, അതായത് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനിരുദ്ധ് അവളുടെ സ്വഭാവം മാറാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അവനും ചെറിയ പേടിയൊക്കെ ഉണ്ട് മനസ്സിലുണ്ടെങ്കിലും അവൻ ധൈര്യത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ബോന്തിത പെട്ടിയുടെ നിന്ന് വീണ്ടും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പഴയ പോലെ തന്നെ എൻ്റെ അച്ഛനെ രക്ഷിക്കുന്ന ആദ്യമൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും പിന്നെ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ഈ പാമ്പ് ഇങ്ങനെ അടുത്തടുത്തോണ്ട് വരികയാണ്. ഇത് കണ്ടിട്ട് രക്ഷിക്കുക എന്ന് ബോന്തിത പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് സൗരഭും പറയുന്നുണ്ട്, മതി അനിരുദ്ധ്, നീ നിൻ്റെ ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത്, മതി, ഞാനിത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവനൊരു വടി എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പാമ്പ് അനിരുദ്ധിൻ്റെ കൊത്തെന്നുള്ള ആ അവസരത്തിൽ നമ്മുടെ ബോന്തിത ആ വാതിൽ തുറന്നിട്ട് വരികയാണ്. എന്നിട്ട് സൗരഭിൻ്റെ കയ്യിലത്തെ ആ വടി അവൾ മേടിച്ചിട്ട് മെല്ലെ ആ പാമ്പിനെ അതും എടുക്കുന്നുണ്ട്. എന്നിട്ട് ധൈര്യത്തോടെ തന്നെ ആ പാമ്പിനെ കൊണ്ടുപോയിട്ട് വിൻഡോ വഴി പുറത്തേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ രക്ഷിച്ചു, ഈ മജീഷ്യനെ ഞാൻ രക്ഷിച്ചു, ഈ പാമ്പ് കടിക്കണേന്ന് ഞാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ നല്ല കരച്ചിൽ കരയുന്നുണ്ട്. ശരിക്കും അവളുടെ അച്ഛൻ്റെ ഓർമ്മയിൽ അച്ഛനെ പാമ്പ് കടിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ ആ ഓർമ്മയിൽ അവൾ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ അന്ന് അച്ഛനെ അവൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, പക്ഷെ ഇപ്പോൾ ഈ മജീഷ്യനെ അവൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സന്തോഷത്തിലും അവൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ ആ പാമ്പിനോടുള്ള പേടി അവൾക്ക് മനസ്സിൽ നിന്ന് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവൾ കരഞ്ഞിട്ട് തളർന്നിട്ട് അവിടെ വീഴാണ്. പിറ്റേ ദിവസമാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ അനിരുദ്ധ് അവളുടെ റൂമിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ അവനെ ചിന്തിക്കുന്നുണ്ട്, അവൾ ഇന്നലെ ഒരുപാട് പേടിച്ചു പോയി, ഒരുപാട് തളർന്നു പോയി, അപ്പോൾ അതുകൊണ്ട് ഞാൻ മരുന്ന് കൊടുത്തിട്ട് അങ്ങനെ കെടുത്ത് ഉറക്കിയതാണ്, പിന്നെ ഇപ്പം എന്താ ഉണ്ടായിട്ടുണ്ടാവും എന്നൊന്നും അറിയില്ല, അവൾ ഇനി ബെഡിൽ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടാവോ ഒന്നും അറിയില്ല എന്ന് അവനിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ത്രിലോചനും ബിനോയ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ബിനോയൊക്കെ അവനോട് പറയുന്നുണ്ട്, അവളിനെ ഇപ്പം തന്നെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരും, അവൾ എന്തായാലും മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ ആൾ നന്നായിട്ട് സന്തോഷത്തിലാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആ സമയത്ത് അവൾക്ക് സൗദാമിനി വരുന്നുണ്ട്. സൗദാമിനി പറയാണ് അനിരുദ്ധിനോട്, അല്ല പുറത്ത് ഒരു കാളവണ്ടി നിൽക്കുന്നത് കണ്ടല്ലോ, അത് ബോന്തിതൊക്കെ പോകാനാവൂലേ എന്നിങ്ങനെ അവനോട് ചോദിക്കുമ്പോൾ അവനിങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് അവളെ. അപ്പോൾ ത്രിലോചൻ പറയുന്നുണ്ട്, നീ ഈ വീട്ടിലത്തെ കാര്യത്തിൽ അധികം ഇടപെടാനൊന്നും നിൽക്കണ്ടെന്ന് സൗദാമിനിയോട് നല്ല ദേഷ്യത്തിൽ ആൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനിരുദ്ധ് ബോന്തിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ അവൾ റൂമിൽ നിന്ന് ഇങ്ങനെ എണീക്കുന്നുണ്ട്, ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് ആകെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, വാതിലൊന്നും തുറക്കുന്നില്ല. അങ്ങനെ പിന്നെയും അനിരുദ്ധ് അവളെ വിളിക്കുമ്പോൾ അവൾ ആകെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് പുറത്തുനിന്ന് വിളിച്ച് പറയാണ്, ഇപ്പോൾ നീ അതിൽ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു വട്ടം കൊട്ടണം വാതിൽ, നീ അതിൽ മൂത്രമൊഴിച്ച് വെച്ചിട്ടില്ല, അത് നനച്ച് വെച്ചിട്ടില്ല എങ്കിൽ നീ 2 വട്ടം വാതിൽ കൊട്ടണമെന്ന് അവളോട് പറയാണവൻ. അങ്ങനെ ബോന്തിത്തെ പേടിച്ചിട്ട് മെല്ലെ ഒരു വട്ടം വാതിൽ കൊട്ടാണ്. അപ്പോൾ അനിരുദ്ധിന് ആകെ വിഷമാവുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ പറയുന്നത് കണ്ടില്ലേ അവളുടെ ഇതൊന്നും മാറാൻ പോലില്ല, മാറിയിട്ടില്ല, നീ തോറ്റു എന്നൊക്കെ അനിരുദ്ധിനെ നല്ല ചീത്ത പറയുന്നുണ്ട്, നല്ല അപമാനിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ത്രിലോചന് മാത്രം അത്ര സന്തോഷമൊന്നുമില്ല, കാരണം ആൾക്ക് ബോന്തിയോടൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അനിരുദ്ധും ആകെ വിഷമിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താവും ബോന്തിത്ത് അവളുടെ ബെഡിലേക്ക് നോക്കുന്നുണ്ടാവും, പക്ഷെ അവിടെ ഒരു നനവ് പോലും ഉണ്ടാവില്ല, അവൾ ശരിക്കും ആ സ്വഭാവം നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് അവൾക്ക് ആകെ സന്തോഷമാവുകയാണ്. എന്നിട്ട് അവള് 2 വട്ടം വാതിൽ ഇങ്ങനെ കൊട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അനിരുദ്ധ ആകെ ഞെട്ടാണ്, ബാക്കിയുള്ളവരും നല്ല ഞെട്ടുന്നുണ്ട്. അച്ഛൻ്റെ മുഖമൊക്കെ ചിരിച്ച മുഖമൊക്കെ ശരിക്ക് ആകെ പോവാണ്. സൗദാമിനി ആണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്.
അപ്പോൾ അനിരുദ്ധ് ബോന്തിയോട് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ പുറത്തുനിന്ന് ചോദിക്കുകയാണ്, ബോന്തിത്ത ഞാൻ കേട്ടത് സത്യമാണോ, നീ 2 വട്ടം വാതിൽ കൊട്ടിയോ, അപ്പോൾ അതിനർത്ഥം നീ മൂത്രമൊഴിച്ച് വെച്ചിട്ടില്ലേന്ന് എന്നെ ചോദിക്കുമ്പോൾ ബോന്തി പറയണ ഇല്ല, ഞാൻ ഇന്ന് എന്തായാലും എൻ്റെ ബെഡൊന്നും നനച്ച് വെച്ചിട്ടില്ല എന്നുള്ള ആകെ നല്ല സന്തോഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധിന് നല്ല സന്തോഷമാവാണ്. എന്നിട്ട് ബോന്തി പറയാണ്, ഇനിയിപ്പോൾ എന്നെ വിശ്വാസമില്ലെങ്കിൽ അകത്ത് വന്ന് നോക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവന് വാതിൽ തുറന്നിട്ട് അവളെ നോക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് ബെഡിലേക്ക് നോക്കുമ്പോൾ ബെഡ് ഒരു തെരി പോലും നനഞ്ഞിട്ടുണ്ടാവില്ല. അത് കണ്ടിട്ട് ഒരുപാട് അവൻ സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ ഇവളുടെ ഈ സ്വഭാവമൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഒരുപാട് എല്ലാവരായിട്ട് തർക്കിച്ചിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അവൻ വിജയം നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് അവൻ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. നമ്മളൊക്കെ ലോട്ടറി അടിച്ചാൽ എങ്ങനെ അതേ എക്സ്പ്രഷനൊക്കെയാണ് അവൻ ഇടുന്നത്. എന്നിട്ട് ബോന്തിത്ത അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എനിക്കിനി നല്ല വെള്ളം കുടിക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടത്തിന് രസഗുളൊക്കെ കഴിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അവൻ കരഞ്ഞിട്ട് പറയുന്നുണ്ട്. അവന് ശരിക്കും കരയാണ്. അപ്പോൾ കരഞ്ഞിട്ട് അവൻ പറയാണ്, ഇത് നിനക്ക് എന്ത് കഴിക്കാൻ തോന്നിയോ നീ അത് കഴിച്ചോ, നിനക്ക് എന്ത് കുടിക്കാൻ തോന്നിയോ നീ അത് കുടിച്ചോ, ഞാനിനി ഒന്നും പറയില്ല ബോന്തിത്ത, നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ കരയുന്നുണ്ട് ശരിക്കും. അപ്പോൾ ബോന്തി പറയാണ്, അപ്പോൾ ഇനി നമുക്ക് ഈ ഒട്ടിച്ച ഈ കടലാസ് അവനെ ആ ചമരം ഒട്ടിച്ചിട്ടുണ്ടാവില്ലേ, അന്ന് അവൾക്ക് ഒരു ടൈം ടേബിൾ അവൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ലേ, ഈ സമയത്ത് ഈ വെള്ളം ഇത്ര വെള്ളം കുടിക്കണം, രസഗുള കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ ടൈം ടേബിൾ അവന് അന്ന് ചമരം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് അവൾ കീറട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ് സന്തോഷത്തോടെ, അതിനെന്തോ ഒന്ന് നമുക്ക് അത് കളയാം, അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടിയിട്ട് അത് ചീന്തുന്നുണ്ട്, ഒപ്പം ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സൗദാമിനിക്കും അച്ഛനൊക്കെ ആകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് അനിരുദ്ധിൻ്റെ അച്ഛൻ ദേഷ്യം വന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് റിഷ്ത തേരാ മേരാ എന്നുള്ള ആ ടൈറ്റിൽ സോങ് അവിടെ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞാനത് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുക. ശരിക്കും പറഞ്ഞാൽ അനിരുദ്ധ് ശരിക്കും ഒരു കുഞ്ഞു കുട്ടികളുടെ പോലെയാണ് അവളോട് ഡാൻസ് കളിക്കുന്നതും അവളെ കളിപ്പിക്കുന്നതൊക്കെ ശരിക്കും ഒരു കുഞ്ഞു കുട്ടികളുടെ പോലെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സൗദാമിനിക്ക് തീരെ സഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ത്രിലോചൻ പറയാണ് അവനോട്, മതി ഡാൻസ് കളിച്ചൊക്കെ നിർത്തുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ത്രിലോചൻ പറയാണ്, അപ്പോൾ എന്താ ഇന്നിൻ്റെ മരുമോള് പൂജ ചെയ്യാൻ വേണ്ടി വരില്ലേ എന്ന് നോക്കിയിട്ട് ചിരിച്ചിട്ട് ആൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, വേഗം വായോ, വേഗം ഒരുങ്ങിയിട്ട് വായോ താഴേക്ക്, നമുക്ക് പൂജ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആൾ നന്നായിട്ട് ചിരിച്ചിട്ട് പോകുന്നുണ്ട്. ആൾക്ക് നന്നായിട്ട് സന്തോഷം ആവാണ്. കാരണം അവൾ വീട്ടിലേക്ക് പോവേണ്ടി വന്നില്ല, പൂജ ചെയ്യാൻ ഒരാളുമായി മരുമകളായി വീട്ടിലത്തെ അവളാണ് ആ വീട്ടിലത്തെ ആകെ ഒരു സ്ത്രീ ഉള്ളത്. അപ്പോൾ ആ പൂജ ചെയ്യാൻ അവളായല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൾ നന്നായിട്ട് സന്തോഷത്തിലാണ്. പിന്നെ പൂജയുടെ ടൈമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ആ മഹാപണ്ഡിതനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആളോട് ത്രിലോചൻ ചോദിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ശരിയല്ലേ, നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയാണ് ആള്. എന്നിട്ട് പറയാണ്, ഒരു സ്ത്രീനെ അവിടെ വേണമെന്ന് പറഞ്ഞതല്ലേ പൂജയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പോൾ ആളവിടെ അത് മാത്രമല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബോന്തിത്ത ഒരു കൊടൊക്കെ കയ്യിൽ പിടിച്ചിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചന് നന്നായിട്ട് ചെറുക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ആൾ പറയുന്ന പോലെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അവൾ പൂജ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, അതേപോലെ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ പൂജ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവൾ ആ പൂജാരിയോട് ഇങ്ങനെ പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവളുടെ പ്രശ്നം ഇങ്ങനെ പെട്ടെന്ന് പറയാൻ വേണ്ടി വരുന്നുണ്ട്. അവളുടെ ആ മൂത്രമൊഴിക്കുന്ന പ്രശ്നമല്ലേ, അത് പെട്ടെന്ന് ഇങ്ങനെ പറയാൻ വേണ്ടി വരുമ്പോൾ ത്രിലോചൻ അവളോട് പറയാണ്, അനിരുദ്ധിൻ്റെ ഡ്രസ്സ് പോയിട്ട് എടുത്തു കൊടുക്കുക, അവൻ കുളിക്കാൻ കയറിയിട്ടില്ലേ, അപ്പോൾ പോയി എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ അവിടുന്ന് പറഞ്ഞേക്കുന്നുണ്ട്, അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവൾ അനിരുദ്ധിൻ്റെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഈ സമയത്ത് സൗദാമിനി അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്തുകൊണ്ടാണ് ഇവളുടെ ഇത് മാറിയതെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് അവൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അവൻ മാജിക് ആണെന്നാണ് അവളോട് പറയുന്നത്. പിന്നെ ബോന്തിത്ത അനിരുദ്ധിൻ്റെ അൽമാരയിൽ നിന്ന് ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കണതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അവൻ ആ മാജിക്കിൻ്റെ ഡ്രസ്സ് കാണണം, അവൻ അന്നിട്ടില്ലേ ആ മാജീഷ്യൻ ആയിട്ടുള്ളപ്പോൾ ആ ഡ്രസ്സ് അവൾ കാണണം. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, അപ്പോൾ എൻ്റെ പത്തിബാബു ആയിരുന്നില്ലേ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ദൈവമായിട്ട് വന്നത് ആ നേരത്ത്, അപ്പോൾ മജീഷ്യന് എൻ്റെ പത്തിബാബു ആയിരുന്നില്ലേ എന്ന് അവൾക്ക് ചിന്തിക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവാണ് അത് അവനായിരുന്നു എന്ന്. പിന്നെ സൗദാമിനി കാണിക്കുകയാണ്. സൗദാമിനി ഇങ്ങനെ വെറുതെ ഒരു ഭാഗത്ത് നിൽക്കുക. അപ്പോൾ അവിടേക്ക് ബോന്തിത്ത വരികയാണ്. അപ്പോൾ ബോന്തിത്ത അവളോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എൻ്റെ പത്തിബാബു ആണ് അന്ന് മജീഷ്യനായിട്ട് വന്നിട്ട് എൻ്റെ ഈ സ്വഭാവമൊക്കെ മാറ്റിയത്, അപ്പോൾ ആൾ കാരണമാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്, എൻ്റെ ഈ സ്വഭാവമൊക്കെ മാറിയതെന്നൊക്കെ എല്ലാ കാര്യങ്ങളും അവൾ സൗദാമിനിയോട് തുറന്നു പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് സൗദാമിനിക്ക് ആകെ എന്താണ് കുശുമ്പ് വരികയാണ്, ഇവനെന്താ എന്നോട് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള മൈൻഡ് വരികയാണ്. അപ്പോൾ അങ്ങനെ ബോന്തിത്ത അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിനോട് അവൾ ചൂടാവുന്നുണ്ട്, നിനക്ക് എന്നോടൊന്നും പറയാൻ പറ്റില്ല, അല്ല നീ എന്നോട് മറച്ചു വെക്കൽ തുടങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നാലെ അനിരുദ്ധൻ ചിരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവളുടെ വീട്ടിലെത്തിയിട്ടും അവൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഭാര്യയും ഭർത്താവല്ല, അപ്പം അതിൻ്റെ ഇടയത്തെ വർത്താനൊന്നും എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ നീ ഓരോന്ന് മറച്ചൊക്കെ തുടങ്ങിയില്ലേ, അവൾ നിൻ്റെ ഭാര്യയല്ലേ, ലീഗലി നിൻ്റെ വൈഫാണ് അവൾ, പിന്നെ സമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ അവൾ നിൻ്റെ ഭാര്യയാണെന്നിങ്ങനെ അവളിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധിന് ഇതാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവന് പറയാണ് അവൾ എൻ്റെ ഭാര്യയല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് അവൾ വെറും എൻ്റെ ഉത്തരവാദിത്തമാണ്, അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യയല്ല,
ഇനി ഒരിക്കലും എൻ്റെ ഭാര്യ ആവാൻ പോകുന്നില്ല എന്നിങ്ങനെ അവളോട് പറയുന്നുണ്ട്. സൗദാമിനിയോട് നീ എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിനക്ക് അറിയില്ല, നീ എൻ്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാണ് എന്നൊക്കെ സൗദാമിനിയോട് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സൗദാമിനിക്ക് ചെറിയ സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡൊക്കെ കുറച്ച് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.